ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര വെസ്റ്റേൺ സ്പ്രിംഗ് റിസർവ് അല്ലെങ്കിൽ വെസ്റ്റേൺ സ്പ്രിംഗ്സ് ലേക്ക് സൈഡ് ടൈവ ഓറിയ എന്ന ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലെ ഒരു പാർക്കിലേക്കാണ്. പ്രകൃതിദത്ത നീരുറവകളാൽ പോഷിപ്പിക്കപ്പെട്ട ഒരു തടാകത്തിന് ചുറ്റുമുള്ള വന്യജീവികൾക്കുള്ള ഒരു സങ്കേതം ഉൾക്കൊള്ളുന്ന ഒരു പാർക്കാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറിയിട്ടാണ് പോയത്. ഞങ്ങൾക്കൊരു 20 മിനിറ്റ് യാത്രയുണ്ട്. അത് 2 ബസ് മാറി കയറും വേണം. പ്രകൃതിദത്തമായൊരു ശുദ്ധജല സംഭരണിയുടെ സ്ഥലമാണ് ഈ പാർക്ക്. അവിടെ ടി ടോവ റിട്വായിൽ നിന്നുള്ള ബസാൾട്ട് ലാവ പ്രവാഹത്തിൻ്റെ വിള്ളലുകളിലൂടെ ഉപരിതലത്തിലൂടെ വെള്ളം വരുന്നുണ്ട്. യൂറോപ്യൻ കുടിയേറ്റത്തിനു മുമ്പ് ഈ ഭൂമി പ്രാഥമികമായി ഒരു പുരിരി ലാവ റോക്ക് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമായ ഒരു ആവാസ വ്യവസ്ഥയാണിത്. ഹംസങ്ങൾ, പൂക്കേക്കോ, താറാവുകൾ തുടങ്ങിയ ജലപക്ഷികളാണ് പാർക്കിലെ ദൃശ്യമായ വന്യജീവികളുടെ ഗണ്യമായ അനുപാതം. ചരിത്രപരമായ പൊതുജനങ്ങൾക്ക് പാർക്കിലേക്ക് വരുന്നതിന് പക്ഷിമൃഗാദികൾ ഒരു വലിയ ആകർഷണമാണ്. എന്നാൽ ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഈ സ്വഭാവം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കോയി, കരിമീൻ പോലുള്ള നിരവധി കീട ഇനങ്ങൾക്ക് പുറമെ ഗണ്യമായ എണ്ണം നാടൻ ഈലുകൾ, അങ്കുവില ഓസ്ട്രാലിസ്, ആംഗ്വല ഡൈഫൻ ബാച്ച് എന്നിവയൊക്കെ ഈ പാർക്കിലുണ്ട്. ആക്രമണകാരിയായ സസ്യങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 2005 തടാകത്തിൽ ഗ്രാസ് കാർപ്പ് അവതരിപ്പിച്ചു. വിദേശീയവും തദ്ദേശീയവുമായ സസ്യജാലങ്ങളുടെ മിശ്രിതമാണ് പാർക്കിലുള്ളത്. ഹാപ്ലോലെപിഡിയസ് മോസ്, ഫിസിഡൻസ് വെർട്ടയോൾസ്, ഷോർട്ട് ഹെയർ പ്ലൂം ഗ്രാസ്, പരോനബോജിയ കാസ്ത പാനിക്കുലേറ്റ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഭീഷണി നേരിടുന്നതും അപൂർവമായ ന്യൂസിലൻഡ് ഇനങ്ങളെല്ലാം ഈ പാർക്കിൽ കാണുന്നുണ്ട്. വളരെ ഭംഗിയുള്ള പ്രകൃതിദത്തമായ ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ടും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ എടുക്കാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം പോലും വിട്ടില്ല. എല്ലാ സ്ഥലത്തിലും ഓടി നടന്ന് പിക്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾ ഫുഡ് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഫുഡാക്കി ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റി.